കമലേഷ്, ഇപ്പോൾ ഈ കുറച്ച് സമയം മുൻപാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ വാർത്തയായിട്ട് വന്നത്. രോഗിയുടെ മരണം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചു, ചികിത്സാ പിഴവ്, നെഗ്ലിജൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോപണമുണ്ട് എന്നൊക്കെ. അതിൽ വളരെ കൃത്യമായി രോഗി അഡ്മിറ്റായ നിമിഷം മുതൽ ഈ മിനിറ്റ് വരെ എന്താണ് സംഭവിച്ചത് എന്ന് സൂപ്രണ്ട് വിശദീകരിച്ചത് എങ്ങനെയാണ്? മനു, ഈ വിഷയത്തിൽ ഈ രോഗി ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നിഷേധിക്കുകയാണ്. ഇത്തരത്തിൽ കൈക്കൂലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇല്ല. അത്തരത്തിലുള്ള ആരോപണം തെറ്റാണെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നു. ഈ ഇത്രയും നാൾ ചികിത്സ നൽകിയ ഡോക്ടർമാരുൾപ്പെടെ ഈ ആരോപണങ്ങൾ കേട്ടതിന്റെ ഭാഗമായി അവർ വലിയ നിരാശയിലാണുള്ളത്. യാതൊരു തരത്തിലുള്ള ചികിത്സാ പിഴവും ഈ രോഗിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. ചികിത്സ നൽകാൻ വൈകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇയാൾ നേരത്തെ തന്നെ ഈ ഹൃദയ സംബന്ധമായ വിഷയത്തിൽ ചികിത്സ തേടിയിരുന്ന ആളാണ്. നേരത്തെ തന്നെ ഒരു സ്ട്രോക്ക് വന്നിട്ടുള്ള ആളാണ്. ഇവിടെ 1-ാം തീയതിയാണ് രോഗിയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം 3-ാം തീയതി കാർഡിയോളജി വിഭാഗം ഏറ്റെടുക്കുകയും വാർഡിലേക്ക് മാറ്റുകയും മറ്റ് ചികിത്സകൾ നൽകി തീവ്രപരിചരണ വിഭാഗത്തിന്റെ ഉൾപ്പെടെ സഹായത്തോടെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, ഈ കൈക്കൂലി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ മെഡിക്കൽ കോളേജിൽ ഇല്ലാത്തതാണ്. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള വിഷയമുണ്ടെങ്കിൽ സൂപ്രണ്ട് മുഴുവൻ സമയവും ഇവിടെയുള്ള ആളാണ്. സ്ഥിരം PROമാർ ഇവിടെ ഉണ്ട്. അത്യാഹിത വിഭാഗത്തിൽ ഉൾപ്പെടെ PROമാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അവർ വഴി അത് അറിയിക്കാമായിരുന്നു. പക്ഷെ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഓഡിയോ സന്ദേശം ഈ വാർത്തകളിലൂടെയാണ് കണ്ടിട്ടുള്ളത്. അത് വലിയ നിരാശയുണ്ടാക്കി എന്നുള്ളതാണ്, അല്ലെങ്കിൽ വലിയ വിഷമം ഉണ്ടാക്കി എന്ന് തന്നെയാണ് സൂപ്രണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മറ്റൊന്ന്, ഈ ചികിത്സയുടെ വിശദാംശങ്ങൾ അതാത് സമയം ഈ ബന്ധുക്കളെ വളരെ കൃത്യമായി അറിയിച്ചിരുന്നതാണ്. ചികിത്സ നൽകാൻ ഒരു തരത്തിലുള്ള താമസവും ഉണ്ടായിട്ടില്ല. പക്ഷെ അപ്പോഴൊന്നും ബന്ധുക്കളോ ആരും തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. ആൻജിയോഗ്രാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രോഗിക്ക് ഇവിടെ ചെയ്തിരുന്നു. ആ നിലയിൽ എല്ലാ സൗകര്യങ്ങളും എല്ലാ ചികിത്സയും നൽകാവുന്ന ചികിത്സകളെല്ലാം ഈ രോഗിക്ക് ചികിത്സയിലുണ്ടായിരുന്ന സമയത്ത് ഒരു ഘട്ടത്തിലും ബന്ധുക്കളൊന്നും ഉന്നയിക്കാതിരുന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണോ പറയുന്നത്? അതിൽ ഏറ്റവും പ്രധാനം കൈക്കൂലിയുടെ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജ് എന്നുള്ളതായിരുന്നു ആ രോഗി ഓഡിയോയിൽ പറയുന്നത്. പക്ഷെ അത്തരത്തിൽ ഒരു കേസ് പോലും മെഡിക്കൽ കോളേജിൽ ഇല്ല. അത്തരത്തിലുള്ള ഒരു കാര്യവും ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല എന്ന് സൂപ്രണ്ട് വ്യക്തമാക്കുകയാണ്. മനു, ശരി. കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.